സൗദിയിൽ പ്രഖ്യാപിച്ച 5 മേഖലകളിലെ സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ. ഇതോടെ നിയമലംഘനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കർശന പരിശോധനയ്ക്കും തുടക്കമായി. തൊഴിൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ നഗരങ്ങളിൽ ഇന്നും പരിശോധന നടന്നു. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, കാർപ്പറ്റ്, വാഹന സ്പെയർ പാർട്സ്, ചോക്ലേറ്റ് തുടങ്ങിയ വിപണന സ്ഥാപനങ്ങൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലാണ് പുതുതായി സ്വദേശിവൽക്കരണം നടപ്പിലായത്. 70% സ്വദേശികളുടെ അനുപാതം. ഇതിന്റെ ഭാഗമായി കർശന പരിശോധനക്കും തുടക്കം കുറിച്ചു. സ്വദേശികളെ വെച്ചോടത്തൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ വെക്കാത്തവർക്കൊക്കെ എല്ലാവർക്കും വാണിംഗ് കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 1 വീക്ക് അവർ അടുത്ത ചെക്കിങ്ങിന് വരും. അതിനുള്ളിൽ വെച്ചില്ലെങ്കിൽ എല്ലാവർക്കും പണിഷ്മെന്റ് ഉണ്ട്. ഒരുപാട് കടകൾ അടച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കടകൾ തുറന്നിട്ടില്ല. തുറന്ന കടകളിൽ, സൗദികളുള്ള കടകളിലൊന്നും പ്രശ്നങ്ങളില്ല. കർശന പരിശോധന ഭയന്ന് സ്വദേശികളെ നിയമിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾ പലതും ഇന്ന് അടച്ചിട്ടു. സൗദികള് സ്ഥിരം എന്തായാലും കടയിൽ കൗണ്ടറിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നിർബന്ധം. ഇപ്പോൾ ഒരുപാട് കടകളിലൂടെ പൂട്ടിയിട്ടുണ്ട്. ഇനിയും അടുത്ത ദിവസങ്ങളും കനത്ത രീതിയിൽ തന്നെ ചെക്കിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അവരുടെ ഒരു ഇതിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 20,000 റിയാല് മുക്കാലഫ്, അതായത് ഫൈൻ ഉണ്ടാവും എന്നുള്ളത് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. പലരും സ്പോൺസർമാരെ വെച്ചാണ് ഇന്ന് കടകൾ തുറന്നത്. സ്വദേശികളെ നിയമിച്ച് മുന്നോട്ട് പോകാനാണ് പലരുടെയും തീരുമാനം. എന്നാൽ തൽപരരായ സ്വദേശികളെ കണ്ടെത്തുന്നതിന് പ്രയാസം നേരിടുന്നതായും ഇവർ പറയുന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നതിനാൽ ആശങ്കയിലാണ് പലരും. നൌഷാദ്, മീഡിയ 1, ദമ്മാം.